പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. വളരെ റെയറായിരുന്നു ആ ഒരു കാഴ്ച. ഒരു അടിമയ്ക്ക് വേണ്ടിയിട്ട് യജമാനൻ കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരക്കുന്ന കാഴ്ച, ആഗ്രഹത്തോടുകൂടെ കരം നീട്ടി നിന്ന് അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുന്ന കാഴ്ച ഒരിക്കലും നടക്കേണ്ടിയിരുന്നൊരു കാര്യമായിരുന്നില്ല. അത് ഒരു ഭൃത്യന് വേണ്ടിയിട്ട് യജമാനൻ വന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. വീട്ടിൽ പോലും വരണമെന്നില്ല, കാരണം നീ വരാൻ മാത്രമേ യോഗ്യതയില്ല. നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, അവൻ അവിടെ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കാനും മാത്രം ഈശോയിലുള്ള വലിയ വിശ്വാസം ഓർക്കേണ്ട കാര്യം തന്നെയാണ്. അത്രയ്ക്ക് വലിയ വിശ്വാസത്തോടു കൂടെ ഇങ്ങനെ കർത്താവിൻ്റെ തിരുമുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്നേഹപൂർവകമായിട്ടുള്ള സമർപ്പണം അങ്ങകലെ ഭൃത്യന് സൗഖ്യം നേടിക്കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആഴമായിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിലേക്ക് വരാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല. ഈ ഒരു വലിയ താഴ്മ കർത്താവിൻ്റെ മുൻപിൽ വരുന്ന ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ വചനം നമ്മളോട് പറയും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ആ ഉപമയിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഇതല്ലാതെ വേറെന്താ? തമ്പുരാനിങ്ങനെ മുന്നിൽ ശിരസ്സു കുനിച്ച് കരം കൂപ്പി നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇടപെടുക എന്നറിയോ? കർത്താവേ, ആ താഴ്മയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ ആശീർവാദങ്ങൾ നിറയ്ക്കാൻ ഈ ഒരു താഴ്മ കാരണമായി തീരട്ടെ എന്ന് അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അയാൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അടിമകളിൽ ഒരാൾ ജീവിച്ചാലോ മരിച്ചാലോ എനിക്കെന്താണെന്ന് കരുതിക്കൊണ്ടിരുന്നൊരു നാട്ടിൽ ഒരു കാലത്ത് ഒരു യജമാനൻ കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ ദൂരത്ത് നിന്ന് മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുകയാണ്. കർത്താവെ, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നേരത്തെ കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടുകൂടെയാണ് നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ചതെങ്കിൽ ഇപ്പോൾ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരായി മുന്നോട്ട് പോകാനായിട്ടുള്ള ആഗ്രഹം വേണം. കർത്താവെ, എൻ്റെ അമ്മ സുഖം പ്രാപിക്കും, എൻ്റെ അപ്പ സുഖം പ്രാപിക്കും, എൻ്റെ ഭർത്താവ് ഭാര്യ സൗഖ്യം കിട്ടും, എൻ്റെ മക്കൾക്ക് ഉള്ളിൽ നിന്നുള്ള ഭാരമൊഴിയും, എൻ്റെ സഹോദരന് നല്ലത് വരും. ഇതൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റണ്ടേ നമുക്ക്? എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഇതുവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ലല്ലോ, അവൻ്റെ തിരുക്കുരിശിന് കീഴെ ചേർത്ത് വെച്ച് ശക്തി പ്രാപിച്ചിട്ട് ഞാനായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. തമ്പുരാനെ, ഇത്രയ്ക്ക് വലിയ ഓർമ്മപ്പെടുത്തലാണ് വചനം തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെയും കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് ജീവിക്കേണ്ട ജീവിതം തന്നെയാണ് ക്രൈസ്തവ ജീവിതം. തമ്പുരാനെ, ഞങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹം തരണമേ എന്ന്, അങ്ങയുടെ തിരുമുൻപിൽ വന്ന് നിൽക്കുമ്പോൾ വലിയ ശക്തി തരണമേ എന്ന് താഴ്മയോടുകൂടെ നിന്ന് അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന്, ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹം കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ വേണ്ട കൃപയും കരുത്തും ആശീർവാദവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കുന്നു. സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സൗഖ്യം കിട്ടിയ ഒരാൾ കർത്താവിൻ്റെ ശുശ്രൂഷകയായി തീരുന്ന കാഴ്ച കണ്ടിട്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുക. പത്രോസിൻ്റെ അമ്മയാണ്. അവൾ എഴുന്നേറ്റു അവരെ ശുശ്രൂഷിച്ചു. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അത്രയും നേരം പനി പിടിച്ചുകൊണ്ട് കിടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് സൗഖ്യം കിട്ടിയ ഉടനെ അവനെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്ന കാഴ്ച കാണും. കർത്താവെ, അങ്ങയെ ഇങ്ങനെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ഒരു വലിയ ഓർമ്മകൾ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. എത്രമാത്രം അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകവുമാണ് കർത്താവ് വർഷിച്ചത്. എന്നിട്ടും ഇതുവരെയും ഒരു വാക്കുകൊണ്ട് പോലും അവനെ ശുശ്രൂഷ ചെയ്യാനായില്ലല്ലോ എന്നുള്ള ഭാരത്തോടു കൂടെ വേണം ഈ രാത്രി ഉറക്കത്തിലേക്ക് പോകാൻ. അത് നമ്മളെ തീർച്ചയായും അവന് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.